വാർത്തകളിലേക്ക് പോകാം. യുഡിഎഫിൽ സീറ്റ് വിപുലീകരണത്തിന് സമയമായെന്ന് പറയുകയാണ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PM.A. സലാം. മുസ്ലിം ലീഗ് 2-ലധികം സീറ്റുകൾ ചോദിച്ചാൽ ലഭിക്കുമെന്നും PM.A. സലാം പറഞ്ഞു. മുൻപ് ചോദിച്ചപ്പോഴൊക്കെ സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ആരെങ്കിലും ഒഴിയുന്ന സീറ്റ് ലീഗിന് ആവശ്യമില്ലെന്നും വടകര മണ്ഡലത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി PM.A. സലാം പറഞ്ഞു. ന്യൂസ് 18 കേരളം സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് PM.A. സലാമിന്റെ പ്രതികരണം. ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. സീറ്റ് ചർച്ച തുടങ്ങിയിട്ടില്ല. മുസ്ലിം ലീഗിന് 2-ൽ കൂടുതൽ ഒരു മണ്ഡലം, അത് താല്പര്യമുണ്ടോ? ഇപ്പോൾ താല്പര്യത്തിന് എന്താ കുറവ്? എന്തുകൊണ്ട് താല്പര്യപ്പെട്ടുകൂടാ? ഞങ്ങൾ തീരുമാനിക്കുകയോ ചോദിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ ചർച്ചയുടെ ഘട്ടം വരുമ്പോൾ പാർട്ടി തീരുമാനിച്ച് പറയും. UDF-ലാ പറയാം. അല്ല, ഞാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചത് ഇപ്പോഴത്തെ ഈ സംവിധാനത്തിൽ മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്? അതിനപ്പുറം ഒരു സീറ്റ് മറ്റൊരു പാർട്ടിയിൽ നിന്ന് മേടിച്ചെടുക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. നേരത്തെ ഞങ്ങൾ 3 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന കാലഘട്ട സമയമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ സർവ്വസമ്മതനെ നിർത്തുന്നു എന്നുള്ള നിലപാടായിരുന്നു ഞങ്ങൾ എടുത്ത തീരുമാനമാണ്. പക്ഷെ അതല്ലാതെ മുസ്ലിം ലീഗിനായിട്ട് ഒരു സീറ്റ് കൂടി വേണം എന്ന് പറയുമ്പോൾ അത് അങ്ങോട്ട് ആവശ്യപ്പെടുവാൻ ഉതകുന്ന ഒരു സാഹചര്യം വേണമല്ലോ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനെ ദുർബലമാക്കിക്കൊണ്ട് വേണം അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ. കോൺഗ്രസും ദുർബലമാക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ വിട്ടുവീഴ്ച വേണ്ടി വരും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്. എല്ലാ പാർട്ടികളും വിട്ടുവീഴ്ച ചെയ്യേണ്ട ഒരു മുന്നണി സംവിധാനമാകുമ്പോൾ വിട്ടുവീഴ്ചകൾ നിർബന്ധമല്ലേ എല്ലാവരും. അല്ല, ഈ 2 സീറ്റ് എന്ന് പറയുമ്പോൾ ലീഗിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റായി കണക്കാക്കുന്ന 2 സീറ്റാണ്. ചുരുക്കം ചില സാഹചര്യത്തിൽ മാത്രമേ അതിൽ മാറ്റം വന്നിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ 2 ഫിക്സഡ് ഡെപ്പോസിറ്റ് സീറ്റുകൾ അതിൽ തൃപ്തിപ്പെടേണ്ടതല്ലേ മുസ്ലിം ലീഗ്? അതിനപ്പുറം എന്തിനാണ് ഒരു മൂന്നാമതൊരു സീറ്റിന് വേണ്ടി ആഗ്രഹിക്കുന്നത്? മൂന്നാമതൊരു സീറ്റ് എന്നുള്ള ചിന്ത മുസ്ലിം ലീഗ് രൂപപ്പെടുത്തിയിട്ടില്ല, ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ അതിൻ്റെ ഘട്ടം വരുമ്പോൾ അതിനെക്കുറിച്ച് പാർട്ടിയിൽ ഒരു തീരുമാനം എടുക്കും. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പാർട്ടി യോഗത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിശദമായ ചർച്ച ഉണ്ടായിട്ടുണ്ട്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു മനസ്സിലൊക്കെ ഒരു രൂപമുണ്ട്. UDF സംവിധാനത്തിൽ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുമ്പോൾ ഞങ്ങളത് അവതരിപ്പിക്കും. ഏതായിരുന്നാലും അതിൻ്റെ പേരിൽ ബഹളോ കോലാഹലോ തെറ്റിദ്ധാരണയോ തെറ്റിപ്പോകലോ ഒന്നും ഉണ്ടാവില്ല. സമവായത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. 2ആവാം 3ആവാം 4ആവാം ഇത്രയാവാം. അത് പതിവ് പോലെ ചോദിക്കുന്നു, ശരി, ഇല്ല, മതി, ഓക്കെ, അതായിരിക്കും. പതിവ് പോലെയല്ല. ചോദിച്ച സമയത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇല്ല, മൂന്നാമത്തെ കഴിഞ്ഞ തവണയൊക്കെ ഞങ്ങൾക്ക് സീറ്റ് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വാങ്ങാതിരുന്നതാണ്. അതിന് മുമ്പ് ഞങ്ങൾ വടകര വാങ്ങിയിരുന്നു. ഞങ്ങൾ സ്വീകാര്യനായ സ്വതന്ത്രനെ നിർത്തി, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ചോദിക്കണോ വേണ്ടയോ എന്നുള്ള പാർട്ടി തീരുമാനിക്കും. അത് എല്ലാ സാമൂഹ്യ സാഹചര്യങ്ങളും പരിശോധിച്ചിട്ട് തന്നെ ആയിരിക്കും. ഈ വടകര താല്പര്യപ്പെടുന്ന ഒരു സീറ്റാണ് അല്ലേ? കേരളത്തിലെ എല്ലാ സീറ്റിനും ഞങ്ങൾക്ക് താല്പര്യമുള്ള. അല്ല, അങ്ങനെയല്ലല്ലോ. മുസ്ലിം ലീഗിന് അങ്ങനെ മത്സരിക്കാൻ എല്ലാ സീറ്റിലൊന്നും സാധിക്കും. എന്താ സാധിക്കാത്തത്? അങ്ങനെയല്ലല്ലോ. മുന്നണി സംവിധാനമാകുമ്പോൾ മുസ്ലിം ലീഗിന്റെ മാത്രം വോട്ടല്ലല്ലോ. കോൺഗ്രസിന് ജയിക്കാവുന്ന ഒരു സീറ്റ് മുന്നണി സംവിധാനത്തിൽ മുസ്ലിം ലീഗിനും ജയിക്കാൻ കഴിയണം, കേരള കോൺഗ്രസിനും ജയിക്കാൻ കഴിയണം, RSPക്കും ജയിക്കാൻ കഴിയണം. അതാണല്ലോ മുന്നണി. ചോദിക്കുമ്പോൾ അതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വടകരയ്ക്ക് അപ്പുറം മറ്റേത് സീറ്റിലാണ് താല്പര്യപ്പെടുന്നത്? എല്ലാ സീറ്റുകളും താല്പര്യമുള്ളതാണ്. ഈ വടകരയിൽ ഞാൻ ചോദിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ K. മുരളീധരൻ അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം തന്നെ അത് പരസ്യമായിട്ടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല വടകരയിൽ മത്സരിക്കുവാൻ. അങ്ങനെയാണെങ്കിൽ ലീഗിന് ആ സീറ്റ് ആവശ്യപ്പെടുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? അല്ലെ, ഏതെങ്കിലും സീറ്റ് ഒഴിവുണ്ടോ നോക്കിയിട്ടല്ലല്ലോ ഞങ്ങൾ ആവശ്യപ്പെടുക. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പാർട്ടി സംവിധാനവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടല്ലേ ഞങ്ങൾ ആവശ്യപ്പെടുക. മുന്നണി സംവിധാനവും ഏതെങ്കിലും സീറ്റ് ഒഴിവായി കിടക്കുന്നുണ്ട്, അവിടെ ഒന്ന് മത്സരിക്കാം, ഞങ്ങൾക്ക് വേണം എന്ന് പറയാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ഇത്തവണ മത്സരിക്കുന്നില്ല എന്നുള്ള വാർത്ത വരുന്നുണ്ട്. കണ്ണൂർ ഒഴിവാണ്, ഞങ്ങൾക്ക് അവിടെ പോയാൽ മതി. അപ്പോൾ ഒഴിവുള്ളിടത്ത് പോവുക എന്നുള്ളതല്ല. മുന്നണി സംവിധാനവും പാർട്ടിയുടെ സ്വാധീനവും നിങ്ങൾ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് പുതിയൊരു സീറ്റിനെ കുറിച്ച് ആലോചിക്കുക. ഇപ്പോൾ ആ ഘട്ടത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ഈ 3ആം സീറ്റ് എന്ന് പറയുമ്പോൾ നിലവിലുള്ള ആ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ അപ്പുറത്തേക്ക് ഒരു സീറ്റ് എന്ന് പറയുമ്പോൾ ഈ പഴയൊരു കാര്യം ഓർമ്മ വരികയാണ്. ഈ 5ആം മന്ത്രി എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് ഈ UDF സംവിധാനത്തിൽ എത്രമാത്രം പ്രശ്നമുണ്ടാക്കി, അതല്ലെങ്കിൽ ഒരു മൊത്തത്തിലുള്ളൊരു സമവാക്യത്തെ എത്രമാത്രം ദുർബലമാക്കി എന്ന് രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണല്ലോ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് UDFന് അധികാരത്തിലേക്ക് തിരിച്ചെത്തുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കടുംപിടുത്തത്തിലേക്ക് പോകുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചത് ഈ 5ആം മന്ത്രി അനുഭവമുള്ളത് കൊണ്ടാണോ?
അത് കടുംപിടുത്തത്തേക്ക് പോകുന്ന പ്രശ്നം നേരത്തെയും കടുംപിടുത്തമൊന്നും ഉണ്ടായിട്ടില്ല. നേരത്തെ അത് വെറുതെ മാധ്യമങ്ങളും ലീഗിൻ്റെ രാഷ്ട്രീയ ശത്രുക്കളും ഉണ്ടാക്കിയൊരു പ്രഹസനമാണ്. ഞങ്ങൾ നേരത്തെ UDF ചർച്ചയിൽ 5ാമത്തെ മന്ത്രി മുസ്ലിം ലീഗിനെ അംഗീകരിച്ചാണ്. കുറച്ച് സാവകാശം വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ സാവകാശം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, കിട്ടി. അതിനപ്പുറത്തേക്ക് അതിൽ കടുംപിടുത്തോ വാശിയോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അത് പുറത്തേക്ക് വരുമ്പോൾ ലീഗിൻ്റെ കാര്യമാകുമ്പോൾ എല്ലാ മാധ്യമങ്ങൾക്കും വലിയ താല്പര്യമാണ്. ഞങ്ങളുള്ള സ്നേഹം കൊണ്ടാണ്, ഞങ്ങൾക്കറിയാം. എന്നാൽ പോയി അത് വിവാദമാക്കലും ബഹളം ഉണ്ടാക്കലും ഒക്കെ മുസ്ലിം ലീഗിൻ്റെ അതാവുമ്പോൾ അതിന് വലിയ പ്രാധാന്യവും പ്രത്യേകതയൊക്കെയുണ്ട്. വേറെ ഒന്നിനും കിട്ടാത്ത പ്രാധാന്യം നിങ്ങളുടെ മാധ്യമ മേഖലകളിൽ ലീഗിൻ്റെ കാര്യങ്ങൾക്ക്, നിസ്സാര കാര്യങ്ങൾക്ക് പോലും കിട്ടാറുണ്ട്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ആഭ്യന്തര കാര്യങ്ങൾക്ക് പോലും കിട്ടാറുണ്ട്. കേരള കോൺഗ്രസിനെ UDF കൊണ്ടുവരുന്നതിനെ പിന്തുണച്ച് മുസ്ലിം ലീഗ്. കേരള കോൺഗ്രസ് UDF എത്താൻ സമയമായെന്ന് PMA സലാം പറഞ്ഞു. കേരള കോൺഗ്രസ് മടങ്ങി വരാൻ തയ്യാറാണെന്ന സൂചന കിട്ടിയാൽ ഉടൻ ചർച്ച തുടങ്ങണം എന്നാണ് ലീഗിന്റെ നിലപാട്. മുന്നണി വിപുലീകരണത്തിനായുള്ള വിട്ടുവീഴ്ചയ്ക്ക് UDF ഘടകകക്ഷികൾ തയ്യാറാകണമെന്നും PMA സലാം പറഞ്ഞു. കേരള കോൺഗ്രസ് മാണിയെ UDF തിരികെ കൊണ്ടുവരുന്നതിന് എന്ത് തടസ്സമാണ് ഉള്ളത്? അല്ല, അത് നമ്മളല്ലല്ലോ, അവർ വരാനും തയ്യാറാകണ്ടേ. അവർ വരാൻ തയ്യാറാകാതെ ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് കാര്യമുണ്ടോ? അവരെന്തുകൊണ്ടാണ് പോയത്? അവരുടെ ശ്രീ മാണിയെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കിയ അപവാദങ്ങൾ, കള്ളക്കേസുകൾ, ഇതൊക്കെയില്ലേ ധാരാളം. ആ കുടുംബത്തെക്കുറിച്ച്, പിന്നെ വോട്ടെണ്ണുന്ന മെഷീനെക്കുറിച്ച് ഇത്രയും അപവാദം കേരളത്തിൻ്റെ ഒരു മന്ത്രിയെക്കുറിച്ച് ആരെങ്കിലും എക്കാലത്തെയും പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടോ? ആ ആളുകൾ ഇപ്പോഴും ആ പാർട്ടിയോട് ഇടതുപക്ഷ മുന്നണിയിലെ നേതാക്കന്മാർ, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കാണിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ലേ? ഒരു MP ജനപ്രതിനിധിയായിട്ട് പോലും കേൾക്കേണ്ടി വരുന്ന അവഹേളനങ്ങളും അപഹാസങ്ങളും നമ്മൾ കാണുന്നില്ലേ? വല്യേട്ടൻ മനോഭാവം. നേരെ കുറച്ച് UDF അതില്ലല്ലോ. കേരള കോൺഗ്രസ് മാണിയുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. KM മാണിയും PK കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള അടുപ്പം അത് കേരള രാഷ്ട്രീയത്തിൽ അറിയാവുന്ന കാര്യമാണ്. അത്രമാത്രം പ്രബലരായിരുന്നു ആ രണ്ടുപേരും. പക്ഷേ ഇപ്പോൾ UDF നിന്ന് ഒരു ശ്രമവും കേരള കോൺഗ്രസ് മാണിയെ തിരികെ കൊണ്ടുവരുവാൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ട് മുസ്ലിം ലീഗ് അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നില്ല എന്ന ചോദ്യം ഉയരും. മുസ്ലിം ലീഗിന് താല്പര്യമില്ല ഇങ്ങനെ ഒരു പാർട്ടി വരുന്നത്? അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാണി കേരള കോൺഗ്രസിന് UDF തിരിച്ചു വരണം എന്നൊരു താല്പര്യം ഉണ്ടാകുക. രണ്ട്, UDF അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അവരുമായി സംസാരിക്കാനോ അവരെ സ്വീകരിക്കാനോ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. ഇത് രണ്ടുണ്ടാണല്ലോ. അത് ആദ്യം ഉണ്ടാകുന്നത് മാണി കേരള കോൺഗ്രസ് ഞങ്ങൾ LDF വിടാൻ തയ്യാറാണ് എന്നുള്ളൊരു സന്ദേശം കിട്ടണ്ടേ. അത് കിട്ടാതെ നമ്മൾ അപ്പുറത്തുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ എന്തെങ്കിലും അങ്ങനെ വേണ്ട, തൽക്കാലം അവരവിടെ നിന്നാൽ മതി, ഞങ്ങൾക്ക് ഇവിടെ മുന്നണി സംവിധാനവുമായിട്ട് മുന്നോട്ട് പോകാൻ അറിയാം എന്ന രീതിയിലാണ് UDF സമീപനം. അങ്ങനെയല്ല, പക്ഷെ അവരില്ലെങ്കിലും UDF നിലനിൽക്കണ്ടേ. കേരള കോൺഗ്രസ് വന്നില്ലെങ്കിലും UDF സംഘടനാ സംവിധാനവും മുന്നണി സംവിധാനവും നിലനിൽക്കണം, തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കണം, വിജയിക്കണം, ഇതൊക്കെയുണ്ട്. അത് വന്നാൽ ഒരാൾ കൂടിയാൽ അത്രയും നല്ലത്. എത്ര എണ്ണാന്നിപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അതാരായിരുന്നാലും UDF ആശയങ്ങളുമായി സഹകരിച്ച് നേരത്തെ ഇതിലുണ്ടായിരുന്ന ആളുകളൊക്കെ വന്നാൽ UDF സംബന്ധിച്ചോളം നല്ലതാണ്. ഇപ്പോൾ ഒരു മുന്നണിയിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ അത് മറ്റേ മുന്നണി സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണല്ലോ കേരള കോൺഗ്രസ് മാണിയെ LDF കൊണ്ടുവന്നതും. KM മാണിയുടെ ഓരോ നീക്കങ്ങളും കൃത്യമായിട്ട് LDF വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് UDF നിന്ന് എത്രമാത്രം അവഗണന വരുന്നുണ്ട് എന്ന കാര്യം അവിടെ കൃത്യമായി നിരീക്ഷിക്കപ്പെടുകയുണ്ടായി. ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം UDF ഉണ്ടായിരിക്കുന്നത്. LDF കേരള കോൺഗ്രസ് തൃപ്തരാണ് എന്ന കാര്യത്തിൽ 100% ഉറപ്പ് പറയാൻ ഇപ്പോൾ പറ്റുകയില്ലല്ലോ, സമീപകാലത്തെ പല സംഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അന്ന് LDF കാണിച്ച ആ ഒരു തന്ത്രപരമായ ഒരു സമീപനം അത് UDF ഭാഗത്തുനിന്ന് ഉണ്ടോ ഇല്ലയോ എന്നാണ് ഞാനത് ആത്യന്തികമായി ചോദിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ ആ സമീപനം തന്ത്രപരമായതുകൊണ്ട് അതിന് മറുപടി പറയാൻ കഴിയില്ല. ഇപ്പോൾ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. തന്ത്രപരമായ സമീപനങ്ങളായതുകൊണ്ട് അത് പരസ്യപ്പെടുത്തുന്നത് അപകടകരമായി. കോൺഗ്രസിന് അങ്ങനെ ഒരു താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് മുസ്ലിം ലീഗ് അന്വേഷിച്ചിട്ടുണ്ടോ? അല്ല, UDF ഇക്കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അപ്പോഴല്ലേ അറിയുള്ളൂ. അല്ല, ഇത് UDF ചർച്ച വേണ്ടല്ലോ. ഇത് പരസ്പരം നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ. നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയം പുറത്തു പറയാവുന്നതല്ലല്ലോ. UDF തീരുമാനമല്ല നമുക്ക് പുറത്തു പറയാൻ പറ്റൂ. ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അവരുടെ ഒരു എതിർപ്പ് ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അവരും പലതവണ പറയുന്നുണ്ട്, അവർ ചർച്ചകളിലും ഒക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ മതി UDF സംവിധാനത്തിൽ, മറ്റേ കേരള കോൺഗ്രസ് അത് അവർ പോയതല്ലേ, അവരങ്ങനെ തന്നെ നിന്നോട്ടെ എന്നുള്ളത്. ആ ഒരു എതിർപ്പ് പ്രശ്നമാകുന്നുണ്ടെന്നാൽ
അല്ല, അങ്ങനെയല്ല. ഈ കാര്യം UDF ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യുമ്പോഴാണ് അതിലൊരു തീരുമാനം ഉണ്ടാകുക. അതിലേക്കുള്ള ചർച്ചകൾ പോകേണ്ട സമയമായിട്ടുണ്ട്. ചർച്ച വരുമോ എന്നുള്ള അജണ്ട കണ്ടിട്ടില്ല. ഏതായിരുന്നാലും പിന്നെ എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും UDF ചർച്ച ചെയ്യും. അതെന്താണ് അങ്ങനെ ചർച്ച വേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടെന്ന് താങ്കൾ പറയുന്നത്? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അതിനുള്ള സജ്ജീകരണങ്ങൾ തുടങ്ങണം. അതുകൊണ്ട് മുന്നണി സംവിധാനം വിപുലപ്പെടുത്തുവാനും ശ്രമിക്കണം. മുന്നണി സംവിധാനം വിപുലപ്പെടുത്തണമെന്ന് നേരത്തെയുള്ള തീരുമാനമാണ്.